വി. എം. സുധീരൻ വലിയ വാക്കുകൾ പ്രയോഗിക്കുന്നതിൽ വിദഗ്ധനാണ്. പലപ്പോഴും അദ്ദേഹം വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുന്ന വ്യക്തിയാണ്. സമീപകാലത്ത് വെള്ളാപ്പള്ളി നടേശൻ്റെ കാര്യത്തിൽ അദ്ദേഹം എടുത്ത നിലപാട് കേരളത്തിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവും എടുത്തിട്ടില്ല. കരിമണൽ വിഷയത്തിൽ കരിമണൽ ഖനനം ഉണ്ടാക്കാൻ പോകുന്ന വിഷയത്തെക്കുറിച്ച്, അതിൻ്റെ പ്രതിസന്ധിയെക്കുറിച്ച് വളരെ ശക്തമായിട്ട് നിലപാടെടുത്തിട്ടുണ്ട്. സാധാരണ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷേ ചില കാര്യങ്ങളിൽ അദ്ദേഹം എടുക്കുന്ന നിലപാട് കേരളത്തിൻ്റെ ഇന്നത്തെ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക അവസ്ഥയിൽ എത്രത്തോളം പ്രസക്തമാണ് എന്ന കാര്യം അപ്പോഴും ചോദിക്കേണ്ടതായിട്ട് വരും. അതിലൊന്ന്, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി അദ്ദേഹം നിരന്തരമായിട്ട് വി.ഡി. സതീശൻ സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന ചില നിലപാടുകൾ എടുത്താണ്. മദ്യ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് സുധീരൻ അതിശക്തമായ നിലപാടെടുക്കുന്നത്. മദ്യം വിഷമാണ്, അത് ചെത്തരുത്, കുടിക്കരുത് എന്നൊക്കെ നാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ആളുകൾ തന്നെ അത് ചെത്തുന്നുണ്ട്, കുടിക്കുന്നുണ്ട്. കേരളത്തിലെ ഒരു വലിയ ജനവിഭാഗം ആളുകളുടെ ഉപജീവന മാർഗവും കള്ള് തന്നെയാണ്. കള്ള് മാത്രമല്ല, മറ്റ് മദ്യങ്ങളുണ്ട്, മറ്റ് പലതരം മദ്യങ്ങളുണ്ട്, വിദേശ മദ്യവുമുണ്ട്, സ്വദേശി മദ്യവുമുണ്ട്. ഇതെല്ലാം ആളുകൾ വാങ്ങുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ വ്യവസായ വാണിജ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒരു വാസ്തവമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ ഒരു വലിയ വിഭാഗം ആളുകൾ മദ്യം വാങ്ങുന്നുണ്ട്, കഴിക്കുന്നുണ്ട് എന്ന് ബിവറേജസ് കോർപ്പറേഷനിലെ വിൽപ്പനയുടെ കണക്കുകൾ നോക്കി അറിയാം. വിൽപ്പന കണക്കൊന്നും നോക്കണ്ട, നിങ്ങൾ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഷാപ്പുകൾക്ക് മുമ്പിൽ, വിൽപ്പനശാലകൾക്ക് മുമ്പിൽ ഉള്ള ഈ തിരക്ക് ഒന്ന് നോക്കിയാൽ മതി. ചില ദിവസങ്ങളിൽ എന്താ പറയുക, തൃശ്ശൂർ പൂരത്തിൻ്റെ ആൾത്തിരക്കാണ് പല ബിവറേജസ് കോർപ്പറേഷൻ്റെയും ഷോപ്പുകൾക്ക് മുമ്പിലുണ്ടായിരുന്നത്. വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് ഇത്തരം ഷാപ്പുകൾ പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ സർക്കാർ കുറേയൊക്കെ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടു. കുറേയൊക്കെ മാന്യമായിട്ട് ആളുകൾക്ക് സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാനുള്ള സംവിധാനം. ഇപ്പോൾ ഈ 5 സ്റ്റാർ മാളുകളിൽ പോലും വിദേശ മദ്യ വിൽപ്പന തുടങ്ങിയിട്ടുണ്ട്. അവിടെ ധാരാളം പേര് വരുന്നുണ്ട്, ധാരാളം പേര് വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അതൊരു ഒരു 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 വ്യവസായം എന്ന നിലയിൽ കേരളത്തിലെ മദ്യ വ്യവസായം വളരെ പ്രധാനമാണ്. മാത്രമല്ല, കേരളത്തിൽ മാത്രമാണ് മറ്റു പല സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ സംവിധാനത്തിനൊരു വ്യവസ്ഥയും വെള്ളിയാഴ്ചയുള്ളത്. മറ്റു പല സംസ്ഥാനങ്ങളിലും മദ്യം സ്വകാര്യ മേഖലയിലുള്ള ആളുകളാണ് കച്ചവടം ചെയ്യുന്നത്. അവർ പലതരത്തിലുള്ള അനാവശ്യമായ കുത്തിത്തിരിപ്പുകൾ നടത്താറുണ്ട്. സ്വകാര്യ ഉടമകളുമായിട്ട് സ്ഥാപിക്കാറുണ്ട്. സർക്കാരിന് ടാക്സ് കിട്ടുമെങ്കിൽ പോലും ജനങ്ങൾക്ക് കിട്ടുന്ന മദ്യത്തിൻ്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തുന്നതിൽ പല സംസ്ഥാനങ്ങളും പരാജയമാണ്. കേരളത്തിലെ മദ്യത്തിൻ്റെ വിപണനം, ഉൽപ്പാദനം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാണ്. ബിവറേജസ് കോർപ്പറേഷൻ, കൺസ്യൂമർ ഫെഡും വഴിയാണ് അത് വിൽക്കുന്നത്. അവിടെ കിട്ടുന്ന ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ബില്ലുകളുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ പരിശോധിക്കാൻ സംവിധാനമുണ്ട്. ആ നിലക്കൊക്കെ നോക്കിയാൽ കേരളത്തിലെ മദ്യ വ്യവസായം എന്ന് പറയുന്നത് പൊതുമേഖലയിൽ സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തോടുകൂടി നടക്കുന്ന സംഗതിയാണ്. അതിന് ടാക്സും ഉണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ടാക്സ് മദ്യത്തിന് കൊടുക്കുന്ന നാടാണ് കേരളം. നിങ്ങൾ കർണാടകയിൽ പോയി കഴിഞ്ഞാൽ, മാഹിയിൽ പോയി കഴിഞ്ഞാൽ, ഉത്തരേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഒരു കുപ്പിക്ക് അതിൻ്റെ പകുതി വിലയ്ക്ക് ഡൽഹിയിൽ കിട്ടും, ചണ്ഡീഗറിൽ കിട്ടും, ഷില്ലോങ്ങിൽ കിട്ടും, ഗുവാഹത്തി കിട്ടും, ഭുവനേശ്വറിൽ കിട്ടും. മിക്കവാറും എല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും നിങ്ങൾ ഇവിടെ 1000-ഓ 1500 രൂപ കൊടുത്തു വാങ്ങുന്നൊരു കുപ്പി ആ നാടുകളിൽ പോയാൽ 600 രൂപ 700 രൂപയ്ക്ക് കിട്ടും. അതായത് ഓരോ കുപ്പിയുടെ മേലും 250 രൂപ വീതമാണ് സർക്കാർ പിടിച്ചു വാങ്ങുന്നത്. നാട്ടുകാരായിട്ടുള്ള ആളുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സമീപകാലത്ത് ഈ വി.ഡി. സതീശൻ്റെ ബജറ്റിൽ അദ്ദേഹം ഈ വിദേശ മദ്യം, ഫോറിൻ ലിക്കർ തുടങ്ങിയ സംഗതികൾക്ക് അതിന് പുറമെ ഈ സാധാരണ 3 എണ്ണങ്ങൾ, വിദേശ മദ്യമുണ്ട്, അതുപോലെ തന്നെ വൈനുണ്ട്, ബിയറുണ്ട്. അതിനൊക്കെ വ്യത്യസ്തമായ നികുതി നിരക്കുകളാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു പുതിയ നികുതി നിരക്ക് കൂടി അദ്ദേഹം പ്രഖ്യാപിച്ചു. അതായത് 20% താഴെയുള്ള ആൽക്കഹോൾ കണ്ടൻ്റുള്ള സോഫ്റ്റ് ലിക്കർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെടുത്താവുന്ന, അങ്ങനെ അമിതമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റു പ്രശ്നങ്ങളോ ഉണ്ടാക്കാത്ത, സാധാരണ നിലക്ക് ആളുകൾക്ക് കഴിച്ചു പോകാവുന്ന സോഫ്റ്റ് ലിക്കർ വിഭാഗത്തിൽപ്പെട്ട 20% താഴെയുള്ള ആൽക്കഹോൾ കണ്ടന്റിന് നികുതി ഒന്ന് കുറച്ചിട്ട് 175% ഫിക്സ് ചെയ്തു. മറ്റേ 250%. അവിടെയാണ് ഇപ്പോൾ സുധീരൻ അതിശക്തമായിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെയുള്ളൊരു സംവിധാനം പാടില്ല എന്നാണ് പറയുന്നത്. ഇത് സത്യത്തിൽ ആലോചിച്ച് നോക്കിയാൽ എന്താണ് ഇതിൻ്റെ പ്രശ്നം?
എല്ലാ ആളുകളും ബാറിൽ പോയിട്ട് അല്ലെങ്കിൽ ബിവറേജസ് കോർപ്പറേഷൻ പോയിട്ട് ഏറ്റവും വില വില കുറഞ്ഞ എന്ന കാക്കാശിന് കൊള്ളാത്ത തികഞ്ഞ തെരുവ് മദ്യമാണ് വാങ്ങിച്ച് കഴിക്കുന്നത്. അത് ഒരു സ്ഥിരമായിട്ട് വാങ്ങിച്ച് കഴിച്ചാൽ നിങ്ങളുടെ ആരോഗ്യം പോവും. ആ ഹാർഡ് ലിക്കർ 60% അതിൻ്റെ അപ്പുറവും പിന്നെ ഈ ആൽക്കഹോൾ കണ്ടൻറ്റുള്ള ഈ ഭീകര സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കുന്ന ജനങ്ങളോട് നിങ്ങൾ 20% താഴെയുള്ള സാധനം വാങ്ങിച്ച് കഴിക്കൂ, അല്പം വില കുറച്ച് കിട്ടാൻ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞാൽ ആളുകൾ അത് വാങ്ങിച്ച് കഴിച്ച് വീട്ടിൽ പോയിക്കോളും. അവർക്ക് ലേശം പൂസാവണം, അത്രയല്ലേ വേണ്ടൂ. അല്ലാണ്ട് പിന്നെ ബെക്കാർഡി കമ്പനീൻ്റെ വാങ്ങണം, UV കമ്പനി വാങ്ങണം, ജനങ്ങൾക്ക് പൂസാവണം. അപ്പോൾ അതുകൊണ്ട് അല്പം പിന്നെ വില കുറഞ്ഞതും എന്നാൽ വലിയ പ്രശ്നമില്ലാത്ത ഒരു സാധനമാണ് ഈ പുതിയ സംഗതി എന്നാണ് സർക്കാർ പറയുന്നത്. സുധീരനെ സമ്മതിക്കില്ല, ഒരു കാരണവശാലും പറ്റില്ല. നികുതിയുടെ കാര്യത്തിൽ ഒരു കുറവും വരുത്താൻ പാടില്ല. കുറവ് വരുത്തുന്നില്ല. പുതിയൊരു സംവിധാനം വരുമ്പോൾ അതിൻ്റെ നികുതി ബിയറിൻ്റെ അല്ലെങ്കിൽ വൈനിൻ്റെ നിരക്കിനോട് അല്പം കൂട്ടി വെച്ചു എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത തെറ്റ്. ഇപ്പം അത് വലിയ കോലാഹലമായിരിക്കുന്നു. മുഖ്യമന്ത്രിയെ മുൾമുനയിൽ നിർത്തുകയാണ്. മിക്കവാറും ഈ സർക്കാരിൻ്റെ പ്രതിസന്ധിയിലേക്ക് നയിക്കാനിടയുള്ള സംഗതിയും ആണ് ഈ വിഷയം. എന്താ കാരണം? എല്ലാ ആളുകളും രംഗത്തിറങ്ങി കഴിഞ്ഞു. കോൺഗ്രസിൽ തന്നെ മദ്യവിരുദ്ധന്മാരുടെ ചെമ്പട പുറത്തിറങ്ങിയിട്ടുണ്ട്. മുസ്ലിം ലീഗിനൊക്കെ കളിയില്ലാതായിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി മുതലുള്ള എല്ലാ സംഘടനകളും രംഗത്തിറങ്ങിയിട്ടുണ്ട്. ജാതിമത സംഘടനകൾ അതിശക്തമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ സുധീരൻ്റെ ലീഡർഷിപ്പിൽ VD സതീശനെതിരായിട്ട് ഒരു ശക്തമായിട്ടുള്ള ഒരു ജനകീയ പ്രതിരോധ നിര ഇറങ്ങിയിരിക്കുന്നു. നല്ലത്. കേരളം നന്നാവട്ടെ, കേരളത്തിലെ ജനങ്ങളൊക്കെ മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടട്ടെ എന്ന അനുഭവം എന്താ? കഴിഞ്ഞ തവണ ഉമ്മൻചാണ്ടി സർക്കാർ ഇതേ തരത്തിൽ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചപ്പോൾ അതൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് മദ്യഷാപ്പുകളിൽ ബിവറേജസ് കോർപ്പറേഷൻ മാത്രമല്ല ബാറുകളിൽ മിനിമം ക്വാളിറ്റി ഉറപ്പുവരുത്തണം. അവിടെ മാത്രം മൂത്രപ്പുര വേണം, അവിടെ ആളുകൾ ഛർദ്ദിച്ച് വെക്കാൻ പാടില്ല, ഛർദ്ദിച്ച് വെച്ചാൽ കോരാൻ സംവിധാനം വേണം, അല്പം മാന്യമായിട്ട് ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം വേണം. ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ആളുകൾ വന്നാൽ മൂക്ക് പൊത്തേണ്ട അവസ്ഥയുണ്ടാവും. അതായിരുന്നു കേരളത്തിൽ പണ്ടത്തെ അവസ്ഥ. അത് ഒഴിവാക്കണം. അതുകൊണ്ട് ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ ആ തരത്തിലൊരു ഒരു 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 സംവിധാനം വേണം. 3 സ്റ്റാർ സംവിധാനമെങ്കിലും മിനിമം ഉള്ള സ്ഥലത്ത് മാത്രമേ ബാർ കൊടുക്കൂ എന്ന് തീരുമാനിച്ചു. അപ്പം അതിന് വേണ്ടിയിട്ട് എല്ലാ ബാറുകാരും ഒരുപാട് പാടുപെട്ടിട്ട് ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ സംവിധാനങ്ങളൊക്കെ നന്നാക്കി, റൂമൊക്കെ ക്ലീൻ ചെയ്തു, ബാത്റൂമുകളൊക്കെ ഫിറ്റ് ചെയ്തു. അങ്ങനെ നന്നാക്കി വന്നപ്പോൾ സുധീരൻ അതിൽ കയറി ഇടപെട്ട് ഭയങ്കരമായി അതിശക്തമായ ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ തർക്കം മേടിച്ച് ഭയങ്കര മസിൽ പിടുത്തുണ്ടായി. ഉമ്മൻചാണ്ടി ഗതികെട്ടപ്പോൾ ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു? ഉമ്മൻചാണ്ടിയേക്കാൾ വലിയൊരു മദ്യവിരുദ്ധനായിട്ട് സുധീര വന്നപ്പോൾ ഉമ്മൻചാണ്ടി തന്നെ മദ്യത്വത്തിൻ്റെ എതിരെ ശക്തനായ പോരാളിയാണ്. അപ്പോൾ ഉമ്മൻചാണ്ടി എന്ത് ചെയ്തു? അതിൽ തോറ്റു പോകാതിരിക്കാൻ വേണ്ടി കേരളത്തിൽ മദ്യമേ വേണ്ട എന്ന് തീരുമാനിച്ചു. ഒരു നട്ടപ്പാതിരക്ക് അദ്ദേഹം പ്രഖ്യാപിച്ചു, കേരളത്തിൽ ഈ ബാറുകളില്ല. ബാറുകളുണ്ട്, ബാറുകളിൽ മദ്യമില്ല. പിന്നെ ഇതിനെ ബാറ്? അവിടെ ബിയർ കിട്ടും, വൈന് കിട്ടും. അത് രണ്ടും കൂടി പിന്നെ കൂട്ടിക്കമഴ്ത്തി അതും വേണേ അടിച്ചോളും. എന്തുണ്ടായി? ബാറുകളിൽ നിന്ന് ബിയറും വൈനും മാത്രമായപ്പോൾ വിസ്കി, ബ്രാൻഡി, റമ്മ്, ജിന്ന് ഇമാതിരി സാധനങ്ങളൊക്കെ അപ്രത്യക്ഷമായി. പക്ഷേ അവരെവിടെ പൊന്തി? ഒരു കള്ളക്കടത്ത് സാധനങ്ങളായിട്ട് വ്യാജമദ്യമായിട്ട് കേരളത്തിലെ തെരുവുകളിൽ എല്ലാ സ്ഥലത്തും പൊന്തി. അതിവിപുലമായിട്ടുള്ള ഒരു വ്യാജമദ്യ ലോബിയാണ് ആ സമയത്ത് കേരളത്തിൽ ആകെ പടർന്നു പിടിച്ചത്. അവരുണ്ടാക്കിയ പണത്തിന് കയ്യും കണക്കുമില്ല. കാരണം മാഹിയിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും ചുരുങ്ങിയ വിലക്കുള്ള സാധനം അങ്ങനെ തന്നെ ലോഡ് കണക്കിനായിട്ട് കൊണ്ട് വീട്ടിൽ കൊടുക്കുകയായിരുന്നു. സാധാരണ കാലത്ത് അങ്ങനെ സർക്കാരിൻ്റെ നല്ല നിയന്ത്രണമുള്ള സമയത്ത് എന്താണ്, വീടുകളിൽ കിട്ടൂല. നിങ്ങൾ അവിടെ പോയി കടയിൽ പോയി വാങ്ങിക്കണം, ക്യൂ നിന്ന് വാങ്ങണം, അല്ലെങ്കിൽ ബാറിൽ പോയി ഇരുന്ന് കഴിക്കണം. ഇപ്പം എന്തുണ്ടായി? എല്ലാ ഇടവഴികളും മദ്യഷാപ്പുകളായി. എല്ലാവരും അരയിൽ തിരുകിയിട്ട് 2 കുപ്പി അപ്പുറവും ഇപ്പുറയും ആളുമാരി വെച്ചിട്ട് ഒരു ഗ്ലാസും വെച്ചിട്ട് അവിടെ റീറ്റെയിൽ വിൽപ്പന. കേരളത്തിലെ പല ഇടവഴികളിലും മദ്യഷാപ്പുകളായി മാറിയൊരു കാലമാണ്. നേരിട്ട് കണ്ടുള്ള ആളെന്നല്ല ഞാൻ പറയാണ്. കേരളത്തെ മദ്യത്തിൽ മുക്കിയ ഒരു കാലമായിരുന്നു ഈ ഉമ്മൻചാണ്ടിയുടെ ഈ അനാവശ്യമായിട്ടുള്ള മദ്യനിരോധനത്തിൻ്റെ കാലം. അതിന് കാരണം എന്താ വെച്ചാൽ റിയലിസ്റ്റിക് അല്ല. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിയമം മാറ്റാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നാട്ടിലെ നിയമങ്ങൾ മാറ്റിയാൽ ജനങ്ങളുടെ സ്വഭാവം മാറില്ല. എത്രയോ വർഷങ്ങളായിട്ട് മദ്യം കഴിച്ച ഒരാൾക്ക് അത് കിട്ടിയടങ്ങും. അത് എവിടുന്നെങ്കിലും വാങ്ങിച്ച് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് അവർ ഈ തരത്തിലുള്ള ഇടപാടിലേക്ക് പോയി. കേരളത്തിലെ വ്യാജമദ്യത്തിൻ്റെ ഒരു വലിയ പ്രദർശനശാലയായി. അതേമാതിരി ബീഹാറിൽ നിന്നുണ്ടായത്. ബീഹാറിൽ ഈ നിതീഷ് കുമാർ എന്ന ഒരാൾ ഒരു ദിവസം നേരം വിളിക്കപ്പം മദ്യം പൂർണ്ണമായിട്ട് നിരോധിച്ചു. നല്ല കാര്യമാണ്, മദ്യം നിരോധിക്കണം, വേണ്ടെന്ന് വെക്കണം. പക്ഷേ വ്യാജമദ്യം കഴിച്ച ആളുകൾ കണ്ണും കൈയും ജീവനും പോകാൻ തുടങ്ങി. എത്ര ആളുകളാണ് ബീഹാറിൽ അങ്ങനെ കഴിച്ചത്? അപ്പം ആ തരത്തിൽ
കേരളത്തിൽ ഒരുവിധം മാന്യമായിട്ടും ഒരു വലിയ ആപത്തില്ലാതെയും എന്നാൽ ആളുകൾക്ക് ഒരു വലിയ കുഴപ്പമില്ലാതെയും ജനങ്ങളുടെ നെഞ്ചത്ത് കയറാതെയും നടക്കുന്ന ഒരു ഇടപാടാണ് ഇപ്പോൾ മദ്യവിൽപ്പന. അത് ബാറുകളിൽ നിന്ന് റോഡുകളിലേക്കും, റോഡുകളിൽ നിന്ന് ഇടവഴികളിലേക്കും, ഇടവഴികളിൽ നിന്ന് വീട്ടിൻ്റെ മുറ്റത്തേക്കും മാറുന്ന ഒരു അന്തരീക്ഷം വരുമ്പോൾ തീർച്ചയായും നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും. സത്യത്തിൽ മദ്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ തെരുവിലേക്ക് വലിച്ചഴിക്കാതെ സർക്കാരിൻ്റെ പോളിസി അത് എല്ലാ ആളുകളും ഇരുന്നിട്ട് UDF ആയാലും ശരി, ബന്ധപ്പെട്ട പാർട്ടികളായാലും ശരി, കോൺഗ്രസ് പാർട്ടി ആയാലും ശരി, ആ പാർട്ടിയുടെ വേദികളിലിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിച്ചൊരു തീരുമാനം ഉണ്ടാക്കണം. മുഖ്യമന്ത്രിയെ അമിതമായ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോയാൽ ഉമ്മൻചാണ്ടിയുടെ അതേ അനുഭവം സതീശനുണ്ടായാൽ സതീശൻ എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. ചിലപ്പം അത് കേരളത്തിലെ UDFൻ്റെ തകർച്ചയിലേക്ക് നീങ്ങാനിടയുണ്ട്. അങ്ങനെ നീങ്ങുന്നൊരു സാഹചര്യം സർക്കാർ വന്നിട്ടൊരു മാസമായിട്ടുള്ളൂ. ഈ സർക്കാരിൻ്റെ തകർച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ആരെ സഹായിക്കും എന്ന് സുധീരനും കോൺഗ്രസ്സുകാരും കേരളത്തിലെ ജനങ്ങളും ആലോചിക്കേണ്ട സമയമായി.